ഇങ്ങനെയാണത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. എനിക്ക് നന്നായിട്ട് ചിരി വന്നു. ഒരുപക്ഷെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്കൊക്കെ ചിരി വരും. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ടാണ്, 100% വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ടാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹം പ്രതിപക്ഷമായിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു മോശം വ്യക്തിയാവുകയും പിണറായി വിജയനോടൊപ്പം സഞ്ചരിക്കുന്നത് പിണറായി വിജയൻ വർഗീയവാദി ആയതുകൊണ്ട് ഒപ്പം കൊണ്ടു നടന്നതാണെന്നും പ്രചരിപ്പിച്ച ഇതേ മനുഷ്യൻ നാളെ എങ്ങാണ്ട് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ടത്രേ. ഇതാ വന്നിരിക്കുന്നത് മലയാളത്തിലാണ്. വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. എന്തേ, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂത്തുലയുകയാണോ അതോ കൊഴിഞ്ഞു പോവുകയാണോ? ഉത്തരം പറയേണ്ടത് വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിന്റെ ആ ഒരു തലപ്പത്ത് എടുക്കുന്ന ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മേനോൻ തന്നെയാണ്. ഞാൻ എങ്ങോട്ടാണ് പോണേ? അങ്ങോട്ടൊന്നും പോണ്ട. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു കപട മുഖമല്ലേ? ഇതിന് ചില ആളുകളൊക്കെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. അത്തരം വാക്കുകളൊന്നും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ചില വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ അത് സംശയം തോന്നും. അതെന്റെ പ്രശ്നമല്ല. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊല കൊമ്പം എന്ന് പറഞ്ഞാലും UDF എതിർക്കും. ഇങ്ങനെ പറയുന്ന അതേ മനുഷ്യൻ ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ കാവൽക്കാരനായിട്ടുള്ള തുഷാർ വെള്ളപ്പള്ളിയുടെ കയ്യിൽ നിന്നാണ് ആ ഒരു ബൊക്ക ഏറ്റുവാങ്ങിക്കുന്നത്. ഇതാ കണ്ടുനോക്കുന്നേ. തിരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് പിടയ്ക്കുന്നത്. അപ്പോഴും നമ്മൾ അനങ്ങില്ല, അപ്പോഴും നമ്മൾ വെള്ളം ചേർക്കില്ല, അല്ലേ? പക്ഷേ ഈ തൊഴുതു നിൽക്കുന്ന കാഴ്ച വെള്ളം ചേർക്കലല്ലേ? ആയമ്മയ്ക്ക് ക്ഷീരവകുപ്പുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ വെള്ളം ചേർക്കലുമായിട്ട് നല്ല ബന്ധമുണ്ട്, അല്ലേ? ഈ പാലിൽ വെള്ളം ചേർക്കുക എന്നിട്ട് വിൽക്കുക എന്നീ കലാപരിപാടികളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ പിന്നെ അവർക്ക് അതൊക്കെ ആവാം. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയുടെ ആളായിട്ടുള്ള തുഷാർ വെള്ളപ്പള്ളിയുമായിട്ടാണ് ഇന്ന് വി.ഡി. സതീശൻ മേനോൻ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തേ. കഴിഞ്ഞ ദിവസം, ഇന്നല്ല. അപ്പോ അതിനെതിരെ ശരിക്കും ഇവിടുത്തെ ഇടതുപക്ഷം നിങ്ങൾ ചെയ്യുന്ന വർഗീയ പരിപാടിയല്ലേ എന്ന് പറയേണ്ടതല്ലേ? പക്ഷെ അവരത് പറയില്ല. പക്ഷെ പറയും. എങ്ങനെ പറയും? പിണറായി കാണുമ്പോൾ മാത്രം വർഗീയവാദിയും നിങ്ങൾ കാണുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവുമായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാണേണ്ടത്. ഏത് വീഡിയോ? ഇതാ ഈ വീഡിയോ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞ വാക്കുകളെല്ലാം ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മേനോൻ ആവർത്തിച്ച് കേൾക്കുന്നത് നന്നായിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അതാണ്. BJPക്കെതിരെ സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് പറയുന്നു എന്ന് പറയുകയും എന്നാൽ അതേസമയം തന്നെ ബാക്കിലൂടെ എന്തൊക്കെയോ കുത്തിക്കയറ്റുകയും ചെയ്യുന്ന പരിപാടിയല്ലേ ഇത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ടെന്നേ. നിങ്ങളുടെ ഇത്തരം പൊള്ളത്തരങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നേ. ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ മനസ്സിലാക്കാതിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് മാത്രമല്ല, വേറെ ചില സംഗതികൾ കൂടി നിങ്ങൾ കാണുക തന്നെ വേണമെന്നുള്ളതുകൊണ്ട് അതുകൂടി ഞാൻ കേൾപ്പിക്കാം. അതിങ്ങനെയാണ്. നമുക്കൊരു പ്രത്യേകതരം ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി ഒരേ ആളെ കുറിച്ച് പറഞ്ഞ 2 അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ കുറിച്ചിട്ട് ഒരേ കാലഘട്ടത്തില് 2 അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേൾക്കേണ്ടത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറും.
പത്മഭൂഷൺ പുരസ്കാരം നേടിയ വെള്ളാപ്പള്ളിയെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്നൊരു വലിയ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ച് അത് കിട്ടിയ ആളുകൾ രാഷ്ട്രീയം കൊണ്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തിനാ അവരെ അപമാനിക്കുന്നത്? ഇതൊക്കെ പോരെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് വെച്ച് നീട്ടുന്നത്? ഇതൊക്കെ ധാരാളമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ മറ്റൊരു രാഷ്ട്രീയക്കാരനെ ഒരു പൊതുവേദിയിൽ വെച്ചോ പൊതുസ്ഥലത്ത് വെച്ചോ എല്ലാവരും കാണുകയോ വീഡിയോ അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ വെച്ചോ കണ്ടുമുട്ടുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒത്തുചേരലാണെന്നുള്ള ധാരണ ഉണ്ടാവരുത്. അത് മനുഷ്യന്മാർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അങ്ങനെ തന്നെ കാണാവൂ. പക്ഷേ അത് കോൺഗ്രസ്സുകാർ കാണുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ പൂത്തുലയലായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ കാണുമ്പോൾ അതെന്തൊക്കെയോ ഡീലാണെന്നും പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയ ചെറ്റത്തരമാണ്. ബൈ.